ഹലോ. അപ്പോൾ ഇമ്മുവിൻ്റെ ബർത്ത്ഡേ ആണ് 23-ന്. അപ്പോൾ ഞാൻ വിചാരിച്ച കുറച്ച് ബലൂൺസൊക്കെ വാങ്ങി ബീച്ചിൽ കൊണ്ടുപോയിട്ട് ഇമ്മുവിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കാമെന്ന്. ഇപ്പോൾ ഇമ്മു നല്ല ഉറക്കിലാണ്. ഇപ്പോൾ ഒരു സമയം 1:30 ആയിട്ടുണ്ടാവും. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ബലൂൺ ആകെ 2.5 മണിക്കൂറേ ഉണ്ടാവുന്നു, കാരണം ഹൈഡ്രജൻ ബലൂൺ ആയതുകൊണ്ട്. അപ്പം അതിനുള്ളിൽ വേണം നമുക്കൊക്കെ റെഡി ആയിട്ട് ബീച്ചിൽ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു സ്ലൈസ് കേക്കും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുറക്കെത്തിയിട്ട് വേഗം റെഡിയായി. അങ്ങനെ നമ്മൾ പള്ളിക്കര ബീച്ചിലെത്തി. ഇമ്മ നമ്മൾ പറയുന്ന പോലെ ഒന്നും കേൾക്കുന്നുണ്ടായിട്ടില്ല. ഓൻ്റെ ഇഷ്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയെന്നുണ്ടായത്. അങ്ങനെ ഇങ്ങനെ ഓന് ഡ്രസ്സാക്കിപ്പിച്ച്, പക്ഷെ ഷൂടാൻ ഓനെങ്ങനെയും വിടുന്നുണ്ടായിട്ടില്ല. അങ്ങനെ ബീച്ചിലെത്തിയ ശേഷമാണ് ഇവനെ ഓരോന്ന് കാണിച്ചിട്ട് ഷൂ എങ്ങനെ ഒടിപ്പിച്ച്. അങ്ങനെ അവിടെ എത്തിയിട്ടാകുമ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു. പിന്നെ ഉച്ച ഒരു സമയം നല്ല വെയിലും ചൂടൊക്കെ ഉണ്ടായിരുന്നു. ഇമ്മാണെങ്കിലോ നേരെ നിൽക്കുന്നുണ്ടായിട്ടില്ല. അപ്പോൾ എന്തോ ആലോചിച്ച് നിൽക്കുമ്പോൾ അതാ ഇതൊരു നിർത്തിയവനെ നിന്നിട്ടില്ല. പിന്നെല്ലാം എന്താ ഇതുപോലെ വാങ്ങൽ അതിനിങ്ങനെ ചാടൽ എന്നിട്ട് ഓനെന്നെ ചിരിക്കും. ഇതാണ് ചിരിപ്പുണ്ടായത് തന്നെ. നമുക്ക് മടുത്തോയിന് ഓനൊന്നും ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇമ്മ ഫുൾ ബലൂൺ കൊണ്ട് ഇങ്ങനെ കളിക്കാമെന്നല്ലാണ്ട് നമുക്കൊരു പോസ് തരുമോ ഒന്നും ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞാൻ എന്തൊക്കെയോ എക്സ്പെക്റ്റ് ചെയ്ത് പോയതാണ്. ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ളൊരു ഫോട്ടോസും വീഡിയോസും മാത്രമേ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ടുള്ളൂ. പക്ഷേ റിയാലിറ്റി പറയുന്നത് നേരെ ഓപ്പോസിറ്റേനു. പിന്നെ ലാസ്റ്റ് ഇങ്ങനെ ഈ ബലൂൺ കൊണ്ട് കളിക്കലും അതിനെ പൊട്ടിക്കലും ഒന്നും പറയണ്ട, ഓടലും അങ്ങനെയൊക്കെയാണ് ഓൻ ചെയ്തത് തന്നെ. അതിന് ശേഷം ഓനൊരു ഭാഗത്തേ പോകുന്നു, ബലൂണൊരു ഭാഗത്തേ പോകുന്നു. അങ്ങനെ അമ്മ വിചാരിച്ചതിനേക്കാളും നല്ല ഭംഗിയായിട്ട് നടന്നിട്ടില്ല. ലാസ്റ്റ് ഇമ്മുവിനെ സഹിക്കാൻ കഴിയാണ്ട് ബലൂൺ തന്നെ പറന്നുപോയി. അങ്ങനെ നമ്മൾ ലാസ്റ്റ് വിചാരിച്ച് കൊണ്ടുവന്ന കേക്ക് എങ്ങനെയെങ്കിലും വേഗം മുറിച്ചിട്ട് പുരക്കേക്ക് പോവാമെന്ന്. വേറെ സ്ഥലമൊന്നും കിട്ടായിട്ടല്ല ടൈമും ഇങ്ങനെ വരുന്നുണ്ടായിട്ട്. അപ്പോൾ എവിടെന്നെങ്കിലും ഇവിടെ നിന്ന് മുറിക്കാമെന്ന് വെച്ചിട്ട് കേക്കൊക്കെ എടുത്ത്. ഇമ്മുവിനാണെങ്കിൽ കേക്ക് കണ്ടാടെ അത് മുറിക്കാനുള്ള തിരക്കായിപ്പോയി. അങ്ങനെ കേക്ക് ജസ്റ്റ് ഇങ്ങനെ മുറിച്ചിട്ട് ഇമ്മുവിനും നമ്മളെല്ലാം തിന്ന്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് പിന്നെ ഉണ്ടല്ലോ കേക്ക് വരെ നമ്മളെ ചതിക്കും. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേക്ക് ഇതാകും. കേക്ക് എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണ് പോയി ഗൈസ്. എന്നിട്ട് ന്യൂഷു എന്ത് ബഗിടാന്ന് കളിക്കുന്നൊക്കെ പറയുന്നുണ്ടായിന്. കേക്ക് വരെ നമ്മൾ ആ ദിവസം ആ സമയത്ത് ചതിക്കും നമ്മൾ ഒന്നിട്ടും വിചാരിച്ചിട്ടില്ല. അങ്ങനെ മൊത്തത്തിലൊരു ഫ്ലോപ്പായ ഡേ ആയിരുന്നു ഇന്ന്. ഒന്നാമത് നമ്മൾ ആ വെയിലത്ത് തന്നെ കുറേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചല്ല ഇമ്മുവിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ആ കേക്ക് അലിഞ്ഞു പോയത്. അതുകൊണ്ടാണ് ജസ്റ്റ് ഇങ്ങനെ ആകുമ്പോൾ തന്നെ കേക്ക് അങ്ങനെ താഴെ വീണത്. കണ്ടില്ല കേക്കിൻ്റെ കോലം. ഇതൊക്കെയാണ് ആ ദിവസം നടന്നത്. അങ്ങനെ ഫോട്ടോസും കിട്ടിയിട്ടില്ല, നല്ലൊരു വീഡിയോസും കിട്ടിയിട്ടില്ല. കേക്കാണെങ്കിൽ ഇങ്ങനെ പോയി. അങ്ങനെ മൊത്തത്തിൽ എന്താ പറയുക, ഒരു കോമഡി ഡേ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഇമ്മുവിനെ ഈ ഹോർസിലെത്തി. എന്നിട്ടൊരു ഫോട്ടോയെങ്കിലും എടുക്കാൻ വിചാരിച്ചു. അതും അവന് ഇഷ്ടപ്പെടുന്നുണ്ടായിട്ടില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു എല്ലാം വിട്ട്. എന്നിട്ട് ഞാൻ പൈനാപ്പിൾ വാങ്ങിയിട്ട് അത് തിന്നുകൊണ്ട് ഇങ്ങനെ ഊഞ്ഞാലാടുമ്പോൾ ന്യൂഷും ഇമ്മുവും കൂടി വന്നിട്ട് അവരും ആടാൻ തുടങ്ങി. അപ്പം ഇമ്മു മൊത്തത്തിൽ ഹാപ്പി ആയിരുന്നു. അപ്പം നമ്മളെ പ്രീ ബർത്ത്ഡേ ഷൂട്ട് ഗോൺ റോങ് ആയിപ്പോയി, മൊത്തത്തിൽ റോങ് തന്നെ ആയിപ്പോയി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.